ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അക്കൗണ്ടിങ്ങിലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. +1 +2 ഡിഗ്രി PG തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗങ്ങൾ വളരെ ലളിതമായി ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വിശകലനം ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് കമൻറ്റ് ബോക്സിലോ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ എടുത്ത വിഷയം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട് എടുക്കാനുള്ള കാരണം, പലർക്കും സംശയമാണ് എന്തിനാണ് ഈ IFRS എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം അക്കൗണ്ടിംഗ് കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആളുകൾ അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന അക്കൗണ്ട്സുകൾ അത് വ്യത്യസ്ത രൂപത്തിലാവുകയും അതിൽ കമ്പാരിസൺ നടത്താൻ പ്രയാസമാവുകയും ചെയ്ത ഒരു സമയത്ത് കൃത്യമായിട്ടൊരു ചട്ടക്കൂട് അക്കൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമുണ്ട് എന്നുള്ളത് ഇൻ്റർനാഷണൽ അക്കൗണ്ടന്റുമാർ മനസ്സിലാക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുകയും അങ്ങനെ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് രൂപീകരിക്കുകയും ചെയ്തത്. അതിൽ ഇന്ത്യയിലേക്ക് മാത്രമുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു നേരത്തെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ അക്കൗണ്ടന്റുമാരും ഒരൊറ്റ മെത്തേഡിലായിരുന്നു അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഗ്ലോബലൈസേഷൻ ഒന്നുകൂടി വ്യാപിച്ച ഒരു സമയത്ത് അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ തുടങ്ങി. ഇന്ത്യയിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ വളരെയധികം പ്രയാസമായി വന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു സംവിധാനത്തിലേക്ക് മാറി. ഇതിനൊരു യുണീക്നെസ് അപ്പോഴും ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ 2014 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിലെ മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ അക്കൗണ്ടന്റുമാരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം ഒരു പുതിയൊരു സംവിധാനം രൂപപ്പെടുത്തിയെടുത്തതാണ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന മുഴുവൻ അക്കൗണ്ടിംഗ് പ്രൊസീജിയറിനും ഒരു കൃത്യമായ ചട്ടക്കൂട് ലഭിച്ചു എന്നുള്ളതാണ്. ഓരോ അക്കൗണ്ട്സുകളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടി ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നേരത്തെ ഉണ്ടായിരുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നത് മൊത്തത്തിൽ മാറി അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന രൂപത്തിലേക്ക് അക്കൗണ്ടുകൾ മാറ്റിയെടുക്കുകയും ആ പ്രകാരം നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനങ്ങൾ നിങ്ങൾക്ക് നോട്ട്സ് വഴി സ്ക്രീനിൽ കാണാവുന്നതാണ്. IFRSുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. Accounting standards are designed to harmonize diverse accounting practices. വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസുകൾക്ക് ഒരു ഏകീകരണ സ്വഭാവം, ഏകീകരണ രൂപം കൊണ്ടുവരിക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. വ്യത്യസ്ത രൂപത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകളാണ് നേരത്തെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്.
ആ വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറുകളെ ഏകീകരിച്ച് ഒരൊറ്റ അക്കൗണ്ടിങ് പ്രൊസീജിയറാക്കി മാറ്റുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശം. These are written statements issued from time to time by professional accounting bodies. പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസ് നടത്തുന്ന അക്കൗണ്ടൻറ്റുമാരുടെ അസോസിയേഷനുകൾ, കൂട്ടായ്മകളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ടൈം ടു ടൈമിൽ സമയബന്ധിതമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ടൺ സ്റ്റേറ്റ്മെൻ്റാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ എ റെഗുലേറ്ററി ഫ്രെയിം വർക്ക്. അതൊരു റെഗുലേറ്ററി ഫ്രെയിം വർക്കാണ്, ഒരു നിയമപ്രകാരം എഴുതി തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. They are the rules that ensure uniformity in preparation, presentation and reporting of accounting information. അക്കൗണ്ടിങ് ഇൻഫോർമേഷനുകൾ തയ്യാറാക്കുന്നതിനും അത് പ്രസൻറ്റ് ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ കോഹ്ലറുടെ അഭിപ്രായത്തിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ് ബൈ ലോ, കസ്റ്റം ഓർ പ്രൊഫഷണൽ ബോഡി. അതായത് എ മോഡ് ഓഫ് കണ്ടക്ട്, ഇതൊരു കൂട്ടം തത്വങ്ങളാണ്. ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ്, അക്കൗണ്ടൻറ്റുമാരാണ് ഇത് പ്രധാനപ്പെട്ട ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിന് ചുമതല വഹിക്കുന്നത്. ബൈ ലോ, നിയമപ്രകാരവും, കസ്റ്റംസ്, ആചാരം, കീഴ്വഴക്കം പ്രകാരവും, ഓർ പ്രൊഫഷണൽ ബോഡി, ഒരു പ്രൊഫഷണൽ ബോഡി ആയിട്ടും ഈ അക്കൗണ്ടിങ്ങിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് കോഹ്ലറുടെ അഭിപ്രായത്തിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. The main objective of accounting standard is to standardize the diverse accounting policies and practices. വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് പോളിസികൾ, പ്രാക്ടീസസുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റു ഒബ്ജക്റ്റീവിൽ ഒന്നാമത്തേത് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വൺ ഓഫ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സിന് ആവശ്യമായ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് സെറ്റ്സ് ദി സ്റ്റാൻഡേർഡ് ഓൺ വിച്ച് അക്കൗണ്ട്സ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുകൂടെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ടു ഹാർമോണൈസ് ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സ്, ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രോസസ്സുകൾക്ക് ഏകീകരണ സ്വഭാവം കൊണ്ടുവരിക. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഇവോൾവ്ഡ് ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേരിയസ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ടു ഹാർമോണൈസ് ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സ്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രോസസ്സുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു ബ്രിഡ്ജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദെൻ ആ ഗ്യാപ്പ് നികത്തി പരിഹരിച്ച് ഒരു ഹാർമോണൈസ്ഡ് സ്വഭാവം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ടു എൻഹാൻസ് ദ കണ്ടൻറ്റുകളൊക്കെ വ്യാപിപ്പിക്കുക. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ടു എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കുക, ഒരു കമ്പയറബിലിറ്റി ഉണ്ടാക്കുക. പരസ്പരം മറ്റു അക്കൗണ്ടുകളുമായിട്ടും മറ്റു അക്കൗണ്ടൻറ്റുമാർക്കും ഇത് കമ്പാരിസൺ സാധ്യമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ വ്യത്യസ്ത രൂപത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾ വ്യത്യസ്ത അക്കൗണ്ടൻറ്റുമാർ ഫോളോ ചെയ്യുമ്പോൾ അതിൽ വ്യത്യസ്ത അക്കൗണ്ടൻറ്റുമാർക്ക് കമ്പാരിസൺ പ്രയാസമാവും. അപ്പോൾ എല്ലാം ഒരേ രൂപത്തിലാകുമ്പോൾ ഏത് അക്കൗണ്ടൻറ്റുമാർക്ക് ഏത് സമയത്തും, ഏത് ഓഡിറ്റർമാർക്ക് ഏത് സമയത്തും അത് ചെക്ക് ചെയ്യുകയും അതിന് തെറ്റുകൾ കണ്ടുപിടിക്കാനും സാധ്യമാവും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നാലാമത്തേത് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരേ പ്രൊസീജിയറിലാണ് അക്കൗണ്ടുകൾ ചെയ്യുന്നെങ്കിൽ ഒരേപോലെയുള്ള റിസൾട്ടുകളാണ് അല്ലെങ്കിൽ ഒരേ നേച്ചറുള്ള റിസൾട്ടുകളാണ് നമുക്ക് ലഭിക്കുക. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട് ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരേ സ്ട്രക്ചറിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരേ രൂപത്തിൽ നമുക്കതിൻ്റെ റിസൾട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കും.
എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻറ്റേർണൽ യൂസേഴ്സിനും ഒരുപോലെ തന്നെ അത് വിശകലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ സാധ്യമാവും. നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എയിം അറ്റ് ഫെസിലിറ്റേറ്റിംഗ് ഇൻ്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. നമ്മുടെ ഫേമിനകത്ത് തന്നെ വ്യത്യസ്ത അക്കൗണ്ടന്റുമാരുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫേമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കമ്പാരിസൺ സാധ്യമാണ്. ഫേമിൻ്റെ പുറത്ത് അഥവാ ഇന്ത്യയിലൊട്ടാകെ ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ല, IFRS കൂടെ വരുന്നതോടുകൂടി ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടന്റുമാരും ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും കമ്പാരിസൺ നമുക്ക് സാധ്യമാണ്. ആറാമത്തേത് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്ട്രക്ചർ ലഭിക്കുന്നതോടുകൂടി ഇതിനൊരു നല്ലൊരു ക്വാളിറ്റി വരും എന്നുള്ളതാണ്. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ടു മേക്ക് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ റിലയബിൾ, കമ്പയറബിൾ, റെലവൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഇത് ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതോടുകൂടി അക്കൗണ്ട്സുകൾക്കൊക്കെ നല്ല വിശ്വാസ്യത ലഭിക്കുന്നു, നമുക്ക് നല്ല കമ്പാരിസൺ ലഭിക്കുന്നു. അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ തന്നെ മോറോവർ ഇതെല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ടു ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് എമംഗ് ദ യൂസേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ബൈ പ്രൊവൈഡിങ് എ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഓഫ് യൂണിഫോം ഗൈഡ് ലൈൻസ്. അഥവാ ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഇതിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു യൂണിഫോം ഗൈഡ് ലൈൻസും ഇതിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് യൂണിഫോമിറ്റിയാണ്. The accounting information disclosed in financial statements cannot be interpreted in any manner other than the purpose it is intended for. ഏതാവശ്യം ഉദ്ദേശിച്ചിട്ടാണോ ആ അക്കൗണ്ട് തയ്യാറാക്കിയത്, ഏതാവശ്യത്തിന് വേണ്ടിയാണോ അക്കൗണ്ട് തയ്യാറാക്കിയത്, ആ ആവശ്യത്തിനല്ലാതെ മറ്റൊരു രൂപത്തിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന വ്യക്തമാക്കിയിരിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത് കനോട്ട് ബി ഇൻ്റർപ്രറ്റഡ് ഇൻ എനി മാനർ അതർ ദാൻ ദ പർപ്പസ് ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ഫോർ. ഏതാവശ്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ അത് തയ്യാറാക്കിയത് ആ രൂപത്തിലല്ലാതെ വേറെ ഒരു രൂപത്തിലേക്ക് മറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അവിടെ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടിങ് ഇൻഫോർമേഷനുകളും എല്ലാ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ അക്കൗണ്ടിങ് പ്രൊസീജിയറുകളും യൂണിഫോമിറ്റിയാണ്. അഥവാ യുണീക്ക്നെസ് എല്ലാത്തിലും നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താവശ്യത്തിനാണോ ഉണ്ടാക്കിയത് ആ ആവശ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകും എന്നുള്ളതാണ്. പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിലല്ലാതെ മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളതും കൂടെയാണ് അവിടെ പറഞ്ഞത്. മൂന്നാമത്തേത് എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. എന്നുവെച്ചാൽ നമുക്ക് അവ്യക്തതകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആസ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് വാല്യുവേഷൻ ഹാവ് ബീൻ ഡെവലപ്ഡ് ഓൺ യൂണിഫോം ബേസിസ്. അഥവാ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിഫോം ബേസിസിലാണ് അക്കൗണ്ടിങ്ങുകളൊക്കെ തയ്യാറാക്കുന്നത്. ദർ വുഡ് ബി നോ ആംബിഗ്വിറ്റി ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. അവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ യാതൊരുവിധ അവ്യക്തതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തേത് കമ്പാരിസൺ ആണ്. ആസ് ദ സെയിം മെത്തഡോളജി ഈസ് ബീങ് ഫോളോവഡ് ഇൻ ഓൾ കേസസ്, കമ്പാരിസൺ ബിറ്റ്വീൻ ദ റിസൾട്ട് ഓഫ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഹാസ് ബിക്കം ഈസിയർ. നമ്മൾ എല്ലാ മെത്തേഡുകളും ഫോളോ ചെയ്യുന്നത് ഒരേ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാ അക്കൗണ്ടുകളും ഒരേ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ആർക്ക് വേണമെങ്കിലും മാനേജ്മെൻറ്റിനെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും കമ്പനിയുടെ ലാഭത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലിക്വിഡിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും സോൾവൻസി അഥവാ ഒരു പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന കപ്പാസിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ പ്രോഗ്രസ് ഓഫ് ദ
പ്രൈസ്, സ്ഥാപനത്തിൻ്റെ ജനറൽ പ്രോഗ്രസ് ആണെങ്കിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ് എറ്റ്സെട്ര. റിസർച്ചുകൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വളരെയധികം സൗകര്യപ്രദമാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റേഴ്സിന് മോസ്റ്റ് ഹെൽപ്ഫുൾ ആണെന്ന് പറയാനുള്ള കാരണം ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് ഇത് സാധ്യമാവും എന്നുള്ളതാണ്. ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ക്യാൻ മേക്ക് എഫക്റ്റീവ് യൂസ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ ഫോർ പ്ലാനിങ്. ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടിങ് പ്ലാനിങ് നടത്തുന്നതിനൊക്കെ നമുക്കിത് സാധ്യമാണ്. ദ റിസർച്ചർ through better analysis of accounting data can arrive at a meaningful conclusion. റിസർച്ചുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഒരു മീനിങ് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു നേട്ടമാണ്. 7ാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റാണ് റൈസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കും എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റൈസ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇറ്റ് സെൽഫ് ഇൻ ഇറ്റ്സ് ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഏത് ഓഡിറ്റർക്കും ഏത് രൂപത്തിലും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരേ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ, ഒരേ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഓഡിറ്റർക്കും അയാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്കിത് ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പ്രധാന വിഷയം IFRSലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട മീനിങ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1ൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പാർട്ട് 2ൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളിലേക്ക് പോവാം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡുണ്ട്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡുണ്ട്. അങ്ങനെ വ്യത്യസ്ത ബോർഡുകളും കമ്മീഷനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പാർട്ട് 2ൽ ചർച്ച ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട പഠനാർഹമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠന വിഷയങ്ങളിൽ എല്ലാവരും നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. താങ്ക് യു.